അക്ഷരയാത്ര ആരംഭിക്കുന്ന മക്കൾക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നും അമ്മമാർ ശുഭയാത്ര നേർന്ന് കൈവീശി. ക്ലാസിനു പുറത്ത് റിസർവേഷൻ ചാർട്ടുകൾ പോലെ കുട്ടികളുടെ പേരുകൾ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ പ്രശ്നങ്ങളുണ്ടായാൽ അപായച്ചങ്ങല മാതൃകയിൽ സ്വിച്ചുകളും സ്ഥാപിച്ചിരിക്കുന്നു. മക്കളുടെ കന്നിയാത്ര കാണാൻ എന്നത്തെയും പോലെ ഒരു കൂട്ടം അമ്മമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അക്ഷരപ്പൂമരങ്ങളും ബലൂണുകളും അലങ്കാരങ്ങളും മധുരവുമെല്ലാം സ്കൂളിലെ ആദ്യാനുഭവത്തെ വിസ്മയമാക്കുന്നു. വിസ്മയ വിദ്യാലയം എന്ന പദ്ധതിയുടെ ഭാഗമായി ക്ലാസ് മുറികൾ 6 നിറങ്ങളിലുള്ള ട്രെയിൻ ബോഗികളായാണ് കോഴിക്കോട് പരപ്പിൽ MM സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കിട്ടാവുന്ന ഒരു അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനം തീവണ്ടിയാണ്. കുട്ടികളുടെ മനസ്സിൽ ചേരട്ട മുതൽ തീവണ്ടി വരെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നുകൊണ്ട് തീവണ്ടിയാണ് ഏറ്റവും വലിയൊരു സാധനം എന്നുള്ളത്. അപ്പം കുട്ടികൾക്ക് വളരെ ഹരമായി തോന്നുന്നു ഈ സാധനം. അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ഈ ട്രെയിനിനെ ഇങ്ങനെ മൈൻഡ് ചെയ്തു പോകും. പക്ഷേ ഞങ്ങളിവിടെ മനസ്സിനെയാണ് ട്രെയിൻ ചെയ്യുന്നതെന്നുള്ളൊരു ക്യാപ്ഷനും കൂടി ഉണ്ട്. സ്കൂളിന്റെ ഒരു ഭാഗത്തു നിന്നും കൂട്ടക്കരച്ചിലും നീണ്ടുപോകുന്ന ഏങ്ങലടികളും കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അത് 1ാം ക്ലാസ്സുകളായിരിക്കും. പക്ഷേ അതെല്ലാം പണ്ടത്തെ കഥയാണ്. ഇന്ന് കരഞ്ഞു വിളിച്ച് സ്കൂളിലെത്തുന്ന കുട്ടികൾ അപൂർവ കാഴ്ചയാണ്. സ്കൂളുകളും അധ്യാപകരുമെല്ലാം സ്റ്റുഡൻസ് ഫ്രണ്ട്ലിയായി ഇന്ന് രൂപം മാറിക്കഴിഞ്ഞു. സ്കൂളുകളെല്ലാം നവാഗതരെ സ്വീകരിക്കാൻ വിവിധ തരം വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന തിരക്കിലാണിന്ന്. ജീവൻ ന്യൂസ്, കോഴിക്കോട്.